ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ ആ മീനാക്ഷിയും വിനുവിനെയും എന്നേക്കുമായി നമ്മുടെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ എന്തോ മാർഗം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞേ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. നീ ആദ്യം അതൊന്ന് പറഞ്ഞ ഞാൻ കേക്കട്ടെ. പറയാം, ശ്രദ്ധിച്ച് കേക്കണം. ബിനുവേട്ടൻ വസന്തേശിന്ന് പറയുന്നോണ്ടാ ഇത്രയും നേരം നിങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ടോണ്ടിരുന്നത്. അന്ന് ചന്ദ്രകാമ ഇളയ മകന്റെ വീട്ടിൽ കൊണ്ടുപോയി കഷ്ടപ്പെടുത്തിയപ്പോ ഈ മോളെ ഞാൻ കണ്ടില്ലായിരുന്നല്ലോ. കഞ്ഞിക്ക് വകയില്ലാത്ത നീ എന്നോട് ചലിക്കുന്നോ? നിനക്കറിയില്ല വസന്തേ, നിന്നെ ഞാൻ കൊന്നു കളയൂരി. അത്രയ്ക്കായോ? നിന്നെ ഇന്ന് ഞാനൊരു പാഠം പഠിപ്പിക്കുവരി. എന്റെ വീട്ടിൽ വന്നിട്ട് നീ എന്റെ നേരെ കയർക്കുന്നു. അഹങ്കാരി. നിന്നെ ഇന്ന് ഞാൻ ഒന്നുകൂടെ ചൂടാക്കട്ടെ. പതിവ് പോലെ ബെടക്കാക്കി തനിക്കാക്കി പോവാൻ വേണ്ടി വന്നതല്ലേ എന്റെ നാത്തൂൻ. പക്ഷെ ആ കലാപരിപാടി നടന്നില്ല. കിട്ടാനുള്ളത് കിട്ടിയില്ലേ? എല്ലാരും സുചിത്രയെ പോലെയാണെന്ന് കരുതരുത്. ഏതായാലും പുന്നാര നാത്തൂൻ വല്ല വാട്ടർ ടാങ്കിലും പോയി കിടക്ക്. അല്ലെങ്കിലേ ഓട്ടോയില് പോകാൻ പോലും പറ്റാത്ത പരുവത്തിലാവും. നീയും ഇവളുടെ സൈഡ് ചേർന്ന് നിക്കുവാലേ. വെച്ചിട്ടുണ്ടടി രണ്ടിനും. നീയൊക്കെ മൂർഖനെയാ നോവിച്ചു വിടുന്നത്. വെച്ചിട്ടുണ്ടീ. ചേച്ചി എന്താ ഇങ്ങനെ നോക്കുന്നേ? മിടുക്കി. എവിടെ നോക്കിയടി പോത്തെ നടക്കുന്നത്? നിന്റെ പുറയിലാണോ കണ്ണ്? പിറകെ കണ്ണല്ല. എന്നെ കൊടുത്ത് പറയിപ്പിക്കരുത്. എടാ, അടുക്കള വെച്ച് ആ വൃത്തികെട്ടവള് എന്നെ ഇനി പറയാനൊന്നും ബാക്കിയില്ല. എടാ, ഈ വീട്ടിലെ മൂത്ത മോളല്ലേടാ ഞാൻ. മൂത്തമ്മ ഞാനും. എന്നിട്ട് എവിടുന്ന് വലിഞ്ഞു കയറുമെന്ന് ഒരപ്പ എന്നെ അപമാനിക്കാൻ നോക്കി. ഇവിടുള്ളവര് അവൾക്ക് എത്രത്തോളം സപ്പോർട്ട് കൊടുക്കുന്നു നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ ആരാ അവൾക്ക് സപ്പോർട്ട് കൊടുക്കാൻ? വേറെ ആരാ? നിന്റെ കെട്ടിയോള് സുചിത്ര തന്നെ. സുചിത്രനും എന്റെ എതിർപക്ഷത്താണല്ലോ. അവളുടെ കഴുത്തിൽ താലി കെട്ടിയ എന്നേക്കാൾ അവൾക്ക് പ്രിയം അമ്മായിയച്ഛനോടും അമ്മായിമ്മയോടാ. അവളെ ഞാൻ വഴക്ക് പറഞ്ഞത് പോട്ട് ചട്ടുക പഴിപ്പിച്ചെന്നെ പൊള്ളിച്ചടാ. അല്ലെങ്കിൽ ഈ വസന്തയ്ക്ക് ചോദിക്കാനും പറഞ്ഞു ആരെങ്കിലും ഉണ്ടോ ഈ വീട്ടില്? വസന്തേ, അവള് നിന്റെ എവിടെ പൊള്ളിച്ചത് കാണട്ടെ. നീ പറയുന്ന സത്യാണോന്ന് അറിയണല്ലോ. എല്ലാത്തിനും ഒരു ആധികാരികത വേണ്ടേ? കാണിക്ക്. അത് പിന്നെ ഇനി പറഞ്ഞ പറ്റി നീ ചോദിക്കാനും പറയാനൊന്നും പോണ്ട. അവളെ ഇനി ഈ വീട്ടിൽ ബാധിക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണം. അവളെ എന്നേക്കുമായിട്ട് പുറത്താക്കാൻ എന്റെ കയ്യിൽ ഐഡിയ ഉണ്ട്. എന്റെ ഐഡിയ ഒന്ന് കേക്കട്ടെ. അതെ, ഇവിടെ വെച്ച് പറയുന്ന അത്ര സുരക്ഷിതമല്ല. നീ പറഞ്ഞ പോലെ എല്ലാവരും മീനാക്ഷിയോടും മിനുവിനോട് കൂറുള്ളവരാ. ആരുടെങ്കിലും ചെവിയിലെത്തിയാലേ അത് പൊളിയും. അതുകൊണ്ട് നമുക്ക് പുറത്തെവിടെയെങ്കിലും പോയി സംസാരിക്കാം. ശരി.
വേഗം വാ. സ്കൂട്ടറല്ലോ? എന്താ നിന്നെ കൊണ്ടുവരാൻ ഞാൻ ലക്ഷറി കാർ കൊണ്ടുവരാം. ഇങ്ങോട്ട് കേറടി. അയ്യോ. അയ്യോ. എന്താടി നീ ഇപ്പൊ തന്നെ നിലവിളിച്ച? ഞാൻ നിലവിളിച്ചതേ ഒരു രഹസ്യമാ. എന്ത് രഹസ്യം? ആ രഹസ്യം അതെന്നോടുകൂടി ഇല്ലാതാകും. നിനക്കെന്താ വട്ടുണ്ടാ? കേറടി. ആ, കേറ്. ആ, കേറാൻ. കേറുവാ. ആ. അയ്യോ. ആ. എടാ കുഴി ചാടിക്കാതെ പോണേ. എടാ പ്രകാശ, നീ എന്നെ വീട്ടിലൊന്നാക്കി തരണേ. വീട്ടിലൊന്നും ഇറക്കാൻ പറ്റില്ല. വേണമെങ്കിൽ അടുത്ത ബസ് സ്റ്റോപ്പിൽ ഇറക്കാം. പെട്രോൾ ചെലവാകുന്നു വിചാരിച്ചിട്ടായിരിക്കും. അതൊരു വശത്ത്. മിനിറ്റുകൾ മാറുന്തോറും പെട്രോളിന്റെ വില കൂടിക്കൊണ്ടിരിക്കുക. അതവിടെ നിൽക്കട്ടെ. നമ്മൾ രണ്ടാളുവേ ഹെൽമെറ്റ് വെച്ചിട്ടില്ല. അതാണ് പ്രധാനം. ഓ, നീ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോയാലോ 200 രൂപയെ ചെലവാവുള്ളൂ. ഓ. അതെ, ഹെൽമെറ്റിന്റെ പെറ്റി അടച്ചു വരുമ്പോഴേ 1000 രൂപയാവും. നമ്മുടെ നാട്ടിലിപ്പോ കാക്കകളെക്കാൾ കൂടുതൽ ക്യാമറകളാ. ഓ, നിനക്ക് എന്ത് പറഞ്ഞാലും എല്ലാത്തിനും ഒരു ന്യായം ഉണ്ടല്ലോ. എടാ നിന്റെ ഈ പിശുക്കത്തര എന്നാടാ തീരുന്നത്? ആ, അങ്ങനെ ചോദിച്ചാലേ എനിക്കൊരൊറ്റ ഉത്തരവുള്ളൂ. ആ, നിന്റെ ആർത്തി എന്ന് തീരുന്നോ അന്ന് എന്റെ പിശുക്കും തീരും. ആ. ഏയ്, നീ വണ്ടിയിൽ നിന്ന് കുലുങ്ങി എന്നെ മറിച്ചിടല്ലേ? ആ, നീ ഇപ്പൊ എന്തിനാളെ വണ്ടി നിർത്തിയേ? നീയേ വണ്ടിയിൽ ഇരുന്ന് സർക്കസ് കാണിച്ചാലേ വണ്ടി എവിടെയെങ്കിലും ചെന്ന് ഇടിക്കും. ഓ. നീ ഇറങ്ങ്. ഇറങ്ങി. നീ ഇപ്പൊ എന്തിനാ സൗണ്ട് ഉണ്ടാക്കിയേ? നീ കേറിയപ്പോഴും സൗണ്ട് ഉണ്ടാക്കിയല്ലോ. അതില്ല എന്റെ നടു. നീ അതൊക്കെ വിടും. നീ ആ മീനാക്ഷിയും വിനുവിനെയും എന്നേക്കുമായി നമ്മുടെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ എന്തോ മാർഗം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞേ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. ആ, ഡീ, നീ ആദ്യം അതൊന്ന് പറഞ്ഞ ഞാൻ കേക്കട്ടെ. ആ പറയാം. ആ. ശ്രദ്ധിച്ച് കേക്കണം. ആ, പറ. മാനത്തെ കൊട്ട